ഡിയർ സ്റ്റുഡൻസ്, നമ്മൾക്കിന്ന് ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതിൻ്റെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്കൊരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രയൽ ബാലൻസ് തരുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ നമുക്കൊരു ഡെബിറ്റ് കോളായിട്ടും ക്രെഡിറ്റ് ആയിട്ട് കോളായിട്ടും തന്നിരിക്കുന്ന ട്രയൽ ബാലൻസ്. അപ്പോൾ അതിൽ തന്നെ ഡെബിറ്റ് സൈഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ എക്സ്പെൻസ്, അസറ്റ്, ഡ്രോയിങ്സ് ഇതെല്ലാമായിരിക്കും ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകംസ് ഇതെല്ലാം ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ നമുക്ക് ഐറ്റംസ് ഒന്ന് ഫസ്റ്റിൽ വെരിഫൈ ചെയ്യാം. ഫസ്റ്റ് ഡെബിറ്റ് സൈഡ് ഫസ്റ്റ് ഐറ്റം പർച്ചേസസ് അറിയാം, എക്സ്പെൻസ് ആണ് ബിസിനസ്സിൻ്റെ. നെക്സ്റ്റ് ബാങ്ക് ബാലൻസ് മീൻസ് ബിസിനസ്സിൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റ്, അത് ബിസിനസ്സിൻ്റെ അസറ്റാണ്, അപ്പോൾ അതും ഡെബിറ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഐറ്റം വേജസ്, അത് ഒരു എക്സ്പെൻസ്, അപ്പോൾ അതും ഡെബിറ്റ്. നെക്സ്റ്റ് ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ്, അപ്പോൾ അത് ഡെബിറ്റ് ബാലൻസ്. ദെൻ ലീഗൽ എക്സ്പെൻസസ് ഡെബിറ്റ്, ബിൽഡിംഗ് അസറ്റ് ഡെബിറ്റ് ബാലൻസ്, മെഷീനറി ഡെബിറ്റ് ബാലൻസ്. ദെൻ ബിൽസ് റിസീവബിൾ നമ്മുടെ അസറ്റ് ഡെബിറ്റ് ബാലൻസ്, ഓഫീസ് എക്സ്പെൻസാണ് ഡെബിറ്റ് ബാലൻസ്, സ്റ്റോക്ക് ഡെബിറ്റ്. ദെൻ ഗ്യാസ് ആൻഡ് ഫ്യൂവൽ അതും വൺ ഓഫ് ദി എക്സ്പെൻസ് ഡെബിറ്റ്. ദെൻ ഫ്രൈറ്റ് ആൻഡ് ക്യാരേജും അതും ഒരു എക്സ്പെൻസ് തന്നെയാണ്, അപ്പോൾ ഡെബിറ്റ് വരും. ഫാക്ടറി ലൈറ്റിംഗ് അതും എക്സ്പെൻസ്. ദെൻ ഓഫീസ് ഫർണിച്ചർ നമ്മുടെ അസറ്റാണ്, അതും ഡെബിറ്റ് ആയിരിക്കും. പേറ്റൻറ്റ് റൈറ്റ് നമ്മുടെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്, അതും ഡെബിറ്റ് ബാലൻസിന് വരും. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് ക്യാപിറ്റൽ, ലയബിലിറ്റി ക്രെഡിറ്റ്, ബിൽസ് പേയബിൾ ലയബിലിറ്റി ക്രെഡിറ്റ്, സെയിൽസ് ഇൻകം ക്രെഡിറ്റ്, ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ക്രെഡിറ്റ്, റിട്ടേൺ ഔട്ട്വേർഡ്സ് നമ്മൾ പഠിക്കുന്നത്. റിട്ടേൺ ഔട്ട്വേർഡ് മീൻസ് പർച്ചേസ് റിട്ടേൺ ആണ് അല്ലേ. ഇപ്പോൾ പർച്ചേസിൻ്റെ ഓപ്പോസിറ്റാണ് പർച്ചേസ് റിട്ടേൺ. സോ പർച്ചേസ് ഡെബിറ്റ്, ദെൻ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ്. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് തരുമ്പോൾ കുട്ടികൾ ആദ്യം നമ്മുടെ ആ കോൺസെപ്റ്റ് വെച്ചിട്ട് എല്ലാം കോൺസെപ്റ്റിലായിട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ്ലി ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം ഓൾവേസ് ക്രെഡിറ്റ് ബാലൻസ്, ദെൻ അസറ്റ്, എക്സ്പെൻസസ്, ദെൻ ഡ്രോയിങ്സ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ മെഷീനറി ഡിപ്രിഷിയേറ്റഡ് ബൈ 10% ആൻഡ് ബിൽഡിംഗ് ഡിപ്രിഷിയേറ്റഡ് ബൈ 6%. നമുക്കറിയാവുന്നതാണ് ഡിപ്രിസിയേഷൻ മീൻസ് ഇറ്റ് ഇസ് റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദി ഫിക്സഡ് അസറ്റ് ഡ്യൂ ടു സോ മെനി റീസൺസ്. ദ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 4% പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് 50 ഉണ്ട്, സ്റ്റോക്ക് 50,000. അപ്പോൾ നമുക്ക് ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഒരു ട്രയൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എങ്ങനെ നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് ജേർണൽ, ദെൻ പോസ്റ്റ് ടു ലെഡ്ജർ, ദെൻ ടേക്ക് ദി ബാലൻസസ്. അപ്പോൾ അതുപോലെ ഓൾറെഡി അഡ്ജസ്റ്റഡ് ഐറ്റംസ് ആണ് നമ്മളുടെ ട്രയൽ ബാലൻസ്, അല്ലെങ്കിൽ ഓൾറെഡി അക്കൗണ്ടഡ് ഐറ്റംസ് ആണ് ട്രയൽ ബാലൻസിലുള്ളത്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് നമ്മളിനി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ്. നമ്മളുടെ ക്വസ്റ്റ്യൻ പറയുന്നത് ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമുക്കിതിൽ ആദ്യം ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതും കുട്ടികൾക്ക് ഡൗട്ടുള്ള ഏരിയയാണ്. നമ്മൾ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് എടുക്കും, അതിൽ ഏതെല്ലാം ഐറ്റംസ് എടുക്കും, ഇനി ബാലൻസ് ഷീറ്റിലേക്ക് ഏതെല്ലാം ഐറ്റംസ് എടുക്കും, നമുക്ക് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് ഫോർമാറ്റ് ഡെബിറ്റ് സൈഡ് DR, ദെൻ ക്രെഡിറ്റ് സൈഡ് CR, ദെൻ പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അതിൽ നമ്മൾ ഈ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകളും നോട്ട് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ നമ്മുടെ ഇൻകംസും സംഭവങ്ങളെല്ലാം നോട്ട് ചെയ്യും. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെബിറ്റ് ഓപ്പൺ സ്റ്റോക്ക്, ദെൻ സെക്കൻഡ് ഐറ്റം ഡെബിറ്റ് പർച്ചേസ് നോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ഈ പർച്ചേസ് റിട്ടേൺ പറയുന്നത് വേറൊരു ടേമാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ്. നമ്മൾ വാങ്ങിച്ചത് എന്തെങ്കിലും ഡിഫോൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ച് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചാ ഗുഡ്സ് ക്രെഡിറ്റർ നമ്മൾ റിട്ടേൺ ചെയ്യും. അതാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഓപ്പൺ സ്റ്റോക്ക്, സെക്കൻഡ് ഐറ്റം പർച്ചേസ് ലെസ് റിട്ടേൺസ് ഇഫ് എനി. സോ ഫസ്റ്റ് ഓപ്പൺ സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്തു, ദെൻ പർച്ചേസും റിട്ടേൺസ് ഉണ്ട്. റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്, അത് മൈനസ് ചെയ്യുക, ദെൻ ബാക്കി നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം ഡാറ്റ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടികൾക്ക് ഡൗട്ട് വരും ഏതൊക്കെയാണ് ഡാറ്റ എക്സ്പെൻസ്. അതിൻ്റെ എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയിൽ വരുന്ന ചിലവുകൾ, അതായത് ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ് പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചിലവുകൾ ലൈക്ക് കോൾ, ഗ്യാസ്, വാട്ടർ, പവർ, ലൈറ്റിംഗ് ഇതെല്ലാം അവിടെ വരുന്ന എക്സ്പെൻസുകളാണ്. അപ്പോൾ ഫാക്ടറിയിൽ വരുന്ന ചിലവുകൾ അതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ സ്ഥിരം വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, വേജസ്, ദെൻ വെറുതെ റെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് മാറും. ഫാക്ടറി റെൻറ്റ് ദാറ്റ് ഇസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ വേജസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് വേജസ് അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് എന്നൊക്കെ പറയുന്നതെല്ലാം, അതുപോലെ പവർ, ഗ്യാസ്, ഫ്യൂവൽ ഇതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്.
നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം ഏതൊക്കെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ട്. സോ ഫസ്റ്റ് ഇതിൽ വേജസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഇനി നമ്മൾ എക്സ്പെൻസുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് കറസ്പോണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പറഞ്ഞിട്ടുണ്ടോ അത് നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ വേജസിന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അതായത് 50 റുപ്പീസ് ഇനി വേജസ് കൊടുക്കാനുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആഡ് വിത്ത് കറസ്പോണ്ടിങ് എക്സ്പെൻസസ് ആൻഡ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി ഇൻ ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ ചെയ്യേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളുണ്ടെങ്കിൽ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന എക്സ്പെൻസിന് കൂടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആഡ് ചെയ്തിട്ട് അത് ഇപ്പോൾ വേരിയസ് ആയതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസാണ്, അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡിൽ 50 റുപ്പീസ് ഔട്ട്സ്റ്റാൻഡിങ് വേരിയസ് ആയിട്ട് കാണിക്കുകയും ചെയ്യണം. ദെൻ ഇതിൽ വരുന്ന അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ് ഫസ്റ്റ് വേജസ് ഉണ്ട്. നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ഗ്യാസ് ആൻഡ് ഫ്യൂവൽ, ദെൻ ഫ്രൈറ്റ് ആൻഡ് ക്യാരേജ്, ദെൻ ഫാക്ടറി ലൈറ്റിംഗ്. ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ ഈ എക്സ്പെൻസുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഈ ഡയറക്റ്റ് എക്സ്പെൻസുകളിൽ വേജസിന് മാത്രം അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത്, അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അത് ആഡ് ചെയ്യുക. സോ ഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്യുക, ഗ്യാസ് ആൻഡ് ഫ്യൂവൽ, ഫ്രൈറ്റ്, ഫാക്ടറി ലൈറ്റിംഗ്, ദെൻ വേജസ്, ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പോൾ എക്സ്പെൻസുകൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് നോട്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് വായിച്ച് നോക്കണമെങ്കിൽ അതോടെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കാര്യം ചോദിച്ചാൽ ഒരു ഫാക്ടറി സൈറ്റിൽ വരുന്ന ചിലവുണ്ട്, ആസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് ഇതിൽ നമ്മൾ ഓഫീസിൽ വരുന്ന എക്സ്പെൻസുകൾ എടുക്കാൻ പാടില്ല, അല്ലാതെ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ദിസ് ലൈക്ക് ഗ്യാസ്, ഫ്യൂവൽ, എക്സെട്ര. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് സെയിൽസ്, അത് റിട്ടേൺസ് മൈനസ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്ക് നോട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ഇത് ബാലൻസ് ചെയ്യണം.